ഡോക്ടർ ഗോൺസാൽവോസ് ആണോ? ഞാൻ ആരോഗ്യസ്വാമി. ഗോൺസാൽവോ സാറിന്റെ ബോഡി കഴിഞ്ഞിട്ട് മേനോൻ സാർ അയച്ചതാണ്. ഗോൺസാൽവോസ് ഉണ്ടല്ലോ. മാറി നിൽക്കൂ. പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് ചേർന്ന് നിൽക്കൂ. സർവമംഗളാനുഭവന്തു. എവിടെയാണ് സ്റ്റേജ്? ഫംഗ്ഷൻ തുടങ്ങാൻ അല്പം താമസം. തൽക്കാലം സ്റ്റാഫ് റൂമിലിരിക്കാം. താനാണോ രാജീവ്? അതെ. പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. ആരോഗ്യം. ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ. എവിടെയാണ് സ്റ്റാഫ് റൂം? ദാ അവിടെയാണ് സ്റ്റാഫ് റൂം. സോറി. സാറിനകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട്. ഓക്കെ, താങ്ക് യു. കറിയാച്ചെത്തുന്നില്ലേ? അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട്. അത് പിന്നെ റൂം മേറ്റിന് പറഞ്ഞാലും ബാർ മേറ്റിന് മറക്കാൻ പറ്റുമോ? അപ്പൊ ബാർമറ്റേ ഇയാൾ ഇവിടുത്തെ സ്വാമി? സ്വാമിയില്ല, ഡോക്ടറാ. മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനഃശാസ്ത്രജ്ഞനാ. എന്നിട്ട് എന്താ ഈ വേഷം? പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ. ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴോ? ഇല്ല. എന്നാ കാണണം. അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ. പിന്നല്ലാതെ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാതെ സൂക്ഷിച്ചു. വല്ല വൈദ്യന്മാരെ കണ്ടാൽ ചിലപ്പം വലയിട്ട് പിടിച്ചു കളി. കരകുരുക്കുന്ന സാധനം ഉണ്ടാക്കാൻ. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൽവാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂവലിന് ശക്തി പോരാ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ, അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുണ്ടുപോകാൻ പോണില്ല. നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ. ക്ലാസുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. എന്നും കള്ളു കുടിക്കണം. ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. ജീവിതത്തിലാകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ കൈവെള്ളച്ചാർത്തി. നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. എങ്കിലേ ജീവിക്കാൻ ഒരു രസമുണ്ടാകും. ദ ഡിസ്ട്രിബ്യൂട്ടഡ് അട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് യൂസ്ലെസ് എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. എന്റെ ഭാര്യ സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങി. സോറി, കൂവലടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ. ഓ, അങ്ങനെയാണോ? ഇറ്റ്സ് ഗുഡ്. പിന്നെ മിസ്റ്റർ ഗോൺസാൽവോസ്, നന്ദഗോപാലൻ സാർ ഒരുക്കിയ ഗാനമേളയുണ്ട്. സ്വല്പം കേട്ടിട്ട് പോകാം. സോറി ഫാദർ, എനിക്ക് സമയമില്ല. അത്യാവശ്യമായിട്ട് ഊളംപാറയിലെത്താം. അവിടെ മുന്നിൽ ഉദ്ഘാടനമാണോ? അല്ല, കുറച്ച് റെസ്റ്റ് എടുക്കണം. പൊട്ടിക്കരയുന്ന കുട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന മനഃശാസ്ത്രത്തിന്റെ ടൈറ്റിലിൽ
ഡോക്ടർ ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു സചിത്ര ലേഖനം ഈ ലക്കം മനസുഖം മാസികയിലുണ്ട്. മേനോൻ സാർ അത് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ചന്ദ്രിക ചന്ദ്രമോഹനോ? അതാരാ? സോറി സാർ, ബിസിനസ് സീക്രട്ടാണ്. സാറിനോടായതുകൊണ്ട് ഞാനത് തുറന്നു പറയാം. എന്റെ തന്നെ മറ്റൊരു മുഖമാണ് ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ. വണ്ടി പോട്ടെ. മിസ് ചിന്നമ്മയല്ലേ? മിസ് ചിന്നമ്മയല്ല, മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. എന്നെ മനസ്സിലായോ? ആരോഗ്യ യാസ്വാമി. ആ. എന്ത് പറ്റിയതാ? പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായൊരു നേതാവാ. മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി. ഇപ്പൊ ഗ്രൂപ്പിന്റെ കാര്യമേ വായി വരൂ. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ. അല്ല, മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ എന്താ ഇവിടെ? ഡോക്ടർ ഗോൺസാൽവോ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. യാ. എന്താ കാര്യം? ഒരു മനോരോഗ പ്രശ്നം പറയാനാ. അദ്ദേഹം ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഈയിടാ. മാങ്കുട്ടി സാറിനെ കാണാൻ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു. എന്നെ കാണാനോ? നിനക്ക് ആള് തെറ്റിയാവും. അല്ല, അന്ന് നമ്മൾ കോളേജിൽ എത്തിയേണ്ട ചിന്നമ്മയില്ലേ, അവരാ കൺസൾട്ടിങ്ങിന് വന്നതാ. അവരോട് ഇങ്ങോട്ട് വരാൻ താൻ എന്തിനാ പറഞ്ഞ്? പിന്നെ എങ്ങോട്ട് വരാൻ പറയും? ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ അഡ്രസ്സല്ലേ കൊടുത്തിരിക്കുന്നത്. എന്നെ കൊണ്ടാ വേഷം കെട്ടിച്ചത് സാറ് തന്നല്ലേ. വേലിരുന്ന് പാമ്പിനെ പിടിച്ചോ? കോളേജിൽ പറഞ്ഞയക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും ഈ മുറിയിൽ നിന്ന് തന്റെ കൺസൾട്ട് നടക്കുന്ന പ്രശ്നമില്ല. ഈ മുറി തന്നെ വേണമെന്ന് ആര് പറഞ്ഞു? വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന ഡോക്ടറുടെ മുറി എന്നാലും മതി. നമ്മുടെ VIP മുറി ഉണ്ടല്ലോ, ആ. അങ്ങോട്ട് പോയാലോ? എവിടെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്ക്. ഡോക്ടർ ഗോൺസാൽവോസ് റൂമിലുണ്ട്, ചെല്ലാൻ പറഞ്ഞു. ശരി. മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. അതെ. ഇരിക്കൂ. ചിന്നമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ. പ്രശ്നം എനിക്കല്ല, ഹസ്ബൻഡിനാ. എന്നാ ഹസ്ബൻഡിനെയും കൂട്ടി വരായിരുന്നില്ലേ? അയ്യോ, അത് ഞാൻ അറിയാതെയാ വന്നത്. അറിഞ്ഞാ പിന്നെ അത് മതി. രോഗവിവരങ്ങൾ പറഞ്ഞാ മരുന്ന് എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ വന്നത്. എന്റെ ട്രീറ്റ്മെന്റിൽ ഇഞ്ചക്ഷനും സിസേറിയനും ഒന്നും യാതൊരു സ്കോപ്പുമില്ല. ഹോപ്പ്ലെസ് ആയ രോഗികളുടെ മാനസിക വ്യാപാരങ്ങൾ അപഗ്രഥിച്ച് സമീപനങ്ങളുടെ വ്യത്യസ്തതയിലൂടെ സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ചിഹ്നം ആ കിടുതാപ്പ് അവിടെ വയ്ക്കൂ. ആദ്യം രോഗി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ. ഒക്കെ ഞാൻ പറയാം. I got it. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയാറ്. ആർക്കിട്ടും പാര വയ്ക്കരുതേ എന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരയല്ല ഈ പാര. ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ. ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോ വാതിലടച്ച് കുറ്റിയിടണം. അങ്ങനെയാണ് ചെയ്യാറ്. അതിയനകത്ത് കയറിയ ഉടനെ ഞാൻ കുറ്റിയിടും. ഇതകത്ത് കയറ്റണ്ട, അതിന് മുമ്പ് കുറ്റിയിടണം. എന്റെ കർത്താവേ. കർത്താവല്ല, ഭർത്താവ്. എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത്. മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. എന്റെ ഈശോയെ, എനിക്ക് പേടിയാ. ഈ പേടിയാണ് നിങ്ങളെ അവസ്ഥ കൊണ്ടെത്തിച്ചത്. ഇത് തുടർന്നാൽ ഡെലൂഷൻ, ഇല്യൂഷൻ എന്നിവ ഡെവലപ്പ് ചെയ്യും. ഇത് ട്രീറ്റ്മെന്റിന്റെ ആദ്യ ഭാഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനമാണ് ഞാൻ പേഷ്യൻസിന്റെ അടുത്ത് വെച്ച് പുലർത്താറുള്ളത്. എന്നാലും സ്വന്തം ഭർത്താവിനെ. പിന്നെ അടുത്ത വീട്ടിലെ ഭർത്താവിനെ വെളിയിലാക്കി വാലടയ്ക്കാൻ പറ്റുമോ? എത്രയോ പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ അത്ര മടി? ഒരു കാര്യം ഞാൻ പറയാം, ഈ വാതിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയുടെ വാതിലാണ്. ധൈര്യമായിട്ട് അടച്ചോളൂ. ക്ലോസ് ദ ഡോർ. ഇവളെന്നാ ചാത്തോ? എടി മൊട്ടക്കാരൻ കുട്ടപ്പന്റെ മോളെ, എടി വാതില് തുറക്കാൻ, ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കടി വാതില്, വാതില് തുറക്കടി, ചവിട്ടി പൊളിക്കും. തുറക്കാൻ പറ്റിയല്ല. പറ്റുമല്ലേ? എടി ഇത് ഞാനാ, നിന്റെ കഴുത്തെ കുരിശ് കെട്ടിയോ? തുറക്കടി, ഏത് ഒടയതമ്പുരാനാണേലും കള്ളും കുടിച്ചോണ്ട് വന്നാൽ ചിന്നമ്മ വാതില് തുറക്കുകയല്ല. മനുഷ്യർക്ക് മനസമാധാനായിട്ട് കിടന്ന് ഉറങ്ങണം. മനുഷ്യരോ? അത് ശരി. അപ്പൊ ഞാൻ എല്ലാ സമയത്തും മനുഷ്യന്മാരെ കിടന്ന് അകത്ത് കിടത്തിരിക്ക അല്ലേ? ഇറക്കി വിട്ടേ നിന്റെ കള്ള കാമുകനെ. എന്റെ ഈശോയെ, ഇത് എന്നതായി പറയുന്നത്? നിന്റെ സകല കള്ളത്തരങ്ങൾ ഇന്നത്തെ കൊണ്ട് ഞാൻ പൊളിക്കും. തുറക്കാൻ. നാട്ടുകാരെ വിളിച്ചു കൂട്ടി തൊണ്ടി സഹിതം പിടിപ്പിക്കുന്നതിന് മുമ്പ് മാനം വേണമെങ്കിൽ മര്യാദയ്ക്ക് തുറക്കാൻ. എന്റെ മാതാവേ.
എന്നിട്ട് ആ കൊച്ചിനോട് താൻ ഒന്നും പറയാതെ പോകുന്നത് മണ്ടത്തരായി. എന്ന് പറഞ്ഞാ അതിനൊരു അവസരം കിട്ടണ്ടേ? ആ. പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ആ കൊച്ചു കരയാൻ തുടങ്ങി. പിന്നെ ആരെങ്കിലൊക്കെ കണ്ട് കൂടുതൽ ചളാവ് വന്നിരുമ്പോ ഞാനിങ്ങ് വലിഞ്ഞു. ഓഹോ, അപ്പൊ പ്രേമലേഖനം കൊടുപ്പിൽ നിന്നും കരച്ചിൽ വരെ എത്തി. ഇത് സെക്കൻഡ് സ്റ്റേജാണ്. ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ ലവ് എൻസൈക്ലോപീഡിക് മാനിയ. മാങ്ങാ തൊലി ലവ്വമാനിയ മനുഷ്യൻ ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ റിലാക്സ് റിലാക്സ്. ഐ വിൽ സജസ്റ്റ് അനദർ ഐഡിയ. മോളെ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്ക്. അല്ല, ഇവിടെ അങ്ങനെ മുറി അടച്ചിട്ട് നിരാഹാരം എടുക്കാനാണോ തീരുമാനം? ഏത് കാര്യത്തിലായാലും എടുത്തിയാട്ടം നല്ലതല്ല. ആരെങ്കിലും എന്തെങ്കിലും ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു വെച്ചിട്ട് എന്തെങ്കിലോ? അപ്പൊ ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടതൊക്കെ സ്വപ്നമാണോ? നീ എന്ത് കണ്ടുന്നാ? അവന്റെ ഒരു സ്റ്റുഡന്റുമായിരുന്നു സംസാരിക്കുന്നത് കണ്ടു. നിനക്ക് പരിചയമുള്ള ആളെ കണ്ട നീ സംസാരിക്കില്ലേ? അപ്പൊ ആ കുട്ടിയുടെ ഏട്ടന്മാരൊന്ന് പറഞ്ഞതോ? ആ കുട്ടി അങ്ങനെ എന്തെങ്കിലും വേണ്ടാതിനെ കാണിച്ചു വെച്ചിട്ട് നന്ദു എന്ത് തെറ്റ് ചെയ്തു? തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്കിള് വിളിച്ചു എന്നോട് കള്ളം പറഞ്ഞു എന്തിനാ? അത് പിന്നെ വേണ്ട, അങ്കിള് കിടന്ന് ഉരുളണ്ട. മോളെ, കുടുംബാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ വേണം പൊറുക്കാൻ. ഈ ഡോക്ടർ എന്നെ നല്ല പ്രായത്തിൽ എന്തൊക്കെ കുലുമാലം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? നീ വിചാരിക്കണ പോലത്തെ കുറ്റൊന്നും നന്ദു ചെയ്തിട്ടില്ല. സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് തുറന്നു പറയാൻ വേണ്ടിയാവും വന്ന്. നീ സമ്മതിച്ചില്ല. ഓഹോ, അപ്പൊ എന്തൊക്കെയോ ഒളിച്ചിരുന്നു എന്നുള്ളത് സത്യല്ലേ? എനിക്കറിയാം. അങ്കിളും കൂടി ചേർന്ന് എന്നെ വിഡ്ഢിയാക്കുമായിരുന്നു. എന്താ ഇതിനൊക്കെ പറയാ? വേണ്ട, ആരും ഒന്നും പറയണ്ട. ഒക്കെ എനിക്കറിയാം. പറയണ്ടെന്ന് പറഞ്ഞ ഇതൊക്കെ കണ്ടിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. എന്തിനാ എഴുതാപ്പുറം വായിക്കണേ? ഇത് നിന്റെ വീടാ. നിനക്ക് ഇഷ്ടമുള്ളത് വരെ ഇവിടെ നിൽക്കേ പോവുക. എന്താ ചെയ്യാ? വാശിക്ക് നാശെന്ന് കേട്ടിട്ടില്ല മോളെ. അളിയൻ വന്ന് ചോദിച്ചാൽ സമാധാനം പറഞ്ഞിട്ട് ഞാനാ. എനിക്ക് അത്ര പറയാനുള്ളൂ. അജ്ഞാത ഫോണിന് പിന്നിൽ പ്രവർത്തിച്ച അഭ്യുദയകാംക്ഷി ആരാണെന്ന് ഞാൻ പറയാം. ആരാ? ഇന്നരയെ വിവാഹം കഴിക്കാനായി റിക്വസ്റ്റ് ചെയ്ത് പരാജയമടഞ്ഞ ഏതെങ്കിലും കോളേജ് മേറ്റ്സ് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഭാര്യമാരെ വിവാഹം കഴിക്കുന്ന ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യോ? നരിച്ച്. വിപ്രദോഷം പറയാതറ. അപ്പൊ പിന്നെ അഭ്യുദയകാംക്ഷി എന്ന വേഷം കെട്ടാൻ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ശത്രുവോ? എനിക്കങ്ങനെ ആരും ശത്രുക്കൾ ഇല്ലല്ലോ. ഉണ്ടല്ലോ, കറിയാച്ചൻ. അങ്ങനെ ഇംഗ്ലീഷ് ഇല്ല.